ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ്. ഹീറോ ഹോണ്ടയുടെ ഗ്ലാമർ വണ്ടി നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് അയച്ചാണ് കേട്ടോ. നിലവിൽ അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് എഞ്ചിൻ സ്റ്റക്കായ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ അയച്ച് ഫുള്ളായിട്ട് പാർട്സുകൾ മാറ്റി ചെയ്യുന്ന ഒരു എസ്റ്റിമേറ്റാണ് കൊടുത്തിരുന്നത്. അതും പ്രകാരം നമ്മൾ വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി ഇതിങ്ങനെ ഫുൾ അസംബ്ലി ആയിട്ടാണ് നമ്മൾ സെറ്റായി മാറുന്നത്. കമ്പനി ആയിട്ടാണ് നമുക്ക് ഹീറോൻ്റെ ഒറിജിനൽ പാർട്സാണ്. നമ്മളെല്ലാ പാർട്സും തന്നെ ഒറിജിനൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അതിനകത്ത് ക്രാങ്ക് ഷാഫ്റ്റ് മാത്രം നമുക്ക് വരുന്നത് 3325 രൂപയുണ്ട് ആ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലിക്ക് മാത്രം. പിന്നെ സിലിണ്ടർ കിറ്റ് വരുമ്പോഴത്തേക്കും സിലിണ്ടർ കിറ്റിനും ഏകദേശം ആ റേറ്റ് തന്നെ 3100 സിലിണ്ടർ കിറ്റ് മാത്രം വന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഗിയർ ബോക്സിൻ്റേതായിട്ടുള്ള ബെയറിങ്ങുകളൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഗിയർ ബോക്സ് ബെയറിങ്ങുകൾ, ഗ്യാസ്കറ്റ്, ക്ലച്ച് ഡിസ്ക് തുടങ്ങിയിട്ട് എന്നോടനുബന്ധിച്ച് വരുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ 1 ഇയർ, ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ, അതാണ് അതിൻ്റെ വാറണ്ടിയിൽ ചെയ്യുന്ന വർക്കാണ്. വാറണ്ടി കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ. അതായത് നമുക്ക് വണ്ടിയുടെ മീറ്റർ കൃത്യമായിട്ട് വർക്കിംഗ് ആയിരിക്കണം. അത് അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്നൊരു കേസാണ്. മീറ്റർ കറക്റ്റ് വർക്കിംഗ് ആയിരിക്കണം. അതിനകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ കിലോമീറ്റർ നോട്ട് ചെയ്തെടുത്ത് അതും പ്രകാരം കറക്റ്റ് അതിൻ്റെ സർവീസ് പീരീഡുകൾ കൃത്യമായിട്ട് സർവീസ് ചെയ്യണം. അത് ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാം. അതായത് 3 സർവീസ്, പെയ്ഡ് സർവീസും 3 എണ്ണം നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ചെയ്യണം. ഓരോ 4 മാസം കൂടുമ്പോഴും പെയ്ഡ് സർവീസും 3 എണ്ണം നമ്മൾ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ ഫസ്റ്റിലത്തെ ഒരു മാസത്തിനുള്ളിൽ തന്നെ, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ നമ്മൾ പുതിയ വണ്ടിയൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റിലത്തെ സർവീസ് വന്ന പോലെ തന്നെ സെയിം പ്രൊസീജിയറാണ്. ഫസ്റ്റിലത്തെ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം. ഓയിൽ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എഞ്ചിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. വല്ല ഓയിൽ ലീക്കേജോ ബാക്കി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ 12,000 കിലോമീറ്റർ നമ്മളതിന് വാറണ്ടി പറയുന്നുണ്ട് ഈ ചെയ്യുന്ന വർക്കിന് കേട്ടോ. അത് കറക്റ്റായിരിക്കണം. നമ്മളത് പറയുന്ന കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ക്ലെയിം വന്നാൽ പോലും നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ എല്ലാ ഫോമുകളും നമ്മൾ അതനുസരിച്ച് ഇത് കഴിയുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വേണ്ടി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഡിജിറ്റലായിട്ടുള്ള ഫോമുകൾ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. യൂട്യൂബിൽ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മൾ പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കി കൃത്യമായിട്ട് അത് സേവ് ചെയ്തിടാനും പറ്റും കേട്ടോ. അപ്പോൾ ആ രീതിയിലുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ചെയ്യേണ്ട വർക്കിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഞാനത് മെൻഷൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.